ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണേൽ ഞാൻ കാലത്ത് തന്നെ എണീച്ചിട്ട് ആദ്യം തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ഗെയിമിലത്തെ എല്ലാ ബിസിനസ്സും അങ്ങോട്ട് വാങ്ങിച്ചാലോ. ഇപ്പോഴാണേൽ എൻ്റെ കയ്യിൽ ആകെ രണ്ട് ബിസിനസ് എങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ ബാക്കി ഈ ഗെയിമിൽ കുറച്ചും കൂടി ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതെല്ലാതും കൂടി വാങ്ങിച്ചേക്കാമെന്ന്. അപ്പോൾ ഇന്ന് ആണേൽ ഞാൻ M5 എടുത്താണ് പോകുന്നത്. കാരണം M5 ചെറുതായിട്ട് പണികളിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കത്തെ നമ്മുടെ ഒരു ഷോറൂമില്ല, അപ്പോൾ അവിടെയാണ് നമ്മുടെ M5 ചെറുക്കനെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ വണ്ടി ഒക്കെ എടുത്തിട്ട് നമുക്ക് ആ ബിസിനസ് മാക്സിമം ഈ SETI-2 തന്നെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വണ്ടി അവിടം വരെ എത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്കേക്ക് ഇതാക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഈ SETI-2 എല്ലാ ബിസിനസ്സും വാങ്ങിച്ചതിന് ശേഷം നമുക്ക് വണ്ടിക്ക് വേറെ സീനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബിസിനസ്സും പോയി വാങ്ങിച്ചിട്ടൊക്കെ ടോപ്പിക്ക് പോയിട്ട് സർവീസിന് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് SETI-2 എല്ലാ ബിസിനസ്സും അങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ ട്രോപ്പിക്കത്തെ ഷോറൂമിലേക്ക് പോയിട്ട് സർവീസിന് കൊടുക്കുക. എന്തായാലും ഇന്ന് കിട്ടില്ല എന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ വണ്ടി ഇന്ന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും M5 പിന്നെ കുറച്ച് പണിയുണ്ട്. ഇതാണ്ടോ ടയർ ചേഞ്ച് ചെയ്യണം. നിങ്ങൾ പറ, ഏത് ടയറാണ്, സ്പോർട്ട് ടയർ ഇടണോ അതോ ടൊറൻ ടയർ ഇടണോ എന്ന് നിങ്ങൾ ഒന്ന് പറ. എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ. പിന്നെ നമ്മൾ എൻജിനും അങ്ങനത്തെ എക്സോസ്റ്റും എല്ലാം അതും മാറ്റി പുതിയത് വെക്കാണ്. സംഭവം ഇതന്നെ അങ്ങനെയല്ല, വണ്ടിയുടെ ഇപ്പോഴിരിക്കണതെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെയൊക്കെ പുതിയത് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഞാൻ എന്താ ഇവിടെ വിനൽസ് ഹൈഡാക്കണില്ല, കാരണം മാപ്പും കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാ ഇവിടുത്തെ ഉള്ള ഡോണറ്റ് ഷോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് സ്റ്റാർബക്സ് ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് പോയേക്കാം. അതൊന്നും മാർക്കായില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും പോയിട്ട് സ്റ്റാർബക്സ് അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. ഞാൻ മുമ്പ് ഈ ഗെയിം കളിച്ചപ്പോൾ CPM2 ആണെന്നുണ്ട്, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ഞാൻ സ്റ്റാർബക്സ് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ അത് ഡിലീറ്റ് ആക്കി, കാരണം ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 അങ്ങോട്ട് ഡിലീറ്റ് ആക്കി. 1 കയറ്റി. പിന്നെ ഞാൻ ഇതുവരെ ഡിലീറ്റ് ആക്കിയിട്ടില്ല, കാരണം അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് എന്ന് പേഴ്സണലി എനിക്ക് ഈ ഒരു ഗെയിമാണ്. 1 ആണ് എനിക്കിഷ്ടമായത്. 2 എനിക്ക് അത്ര നല്ലതാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ, പക്ഷേ എനിക്ക് ലാഗ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അത് ഡിലീറ്റ് ആക്കിയത്. എന്നാലും ഞാൻ മറ്റേ ഒരു പുതിയ ചാനലിൽ ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഗെയിം കയറ്റിയത് വേറൊരു ഫോണിലാണ്. അപ്പോൾ ഞാൻ ഈ ഗെയിം കളിക്കണ ഈ ഒരു ഫോണിൽ നിന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ആയാലും വണ്ടി ഓടിക്കുമ്പോഴായാലും ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഗെയിം കയറ്റിയത്. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നല്ല ഗ്രാഫിക്സിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ അതിലും വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഇവിടെ സ്റ്റാർബക്സ് വന്ന് വാങ്ങിച്ചു. ഇനി ഇവിടെ ഒരു ബിസിനസ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡോണറ്റ് ഷോപ്പ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തായാലും വണ്ടി കാണലൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇത്ര പണി പാളി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ബിസിനസ്സേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 എണ്ണമായി. അപ്പോൾ ഈ ഗെയിമിൽ എല്ലാതും വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ M5 കൊണ്ട് ഇന്നെന്തായാലും പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഇത്രക്കും കുഴപ്പമുള്ളതുകൊണ്ട് എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല. ഞാനിപ്പോൾ വിചാരിക്കണത് സർവീസിന് കൊടുക്കാമെന്നാണ്. കാരണം ഇവിടെ ഈ ഒരു SETI-2 എല്ലാ ബിസിനസ്സും വാങ്ങിച്ചതിന് ശേഷം നേരെ നമുക്ക് ട്രോപ്പിക്കിൽ പോയിട്ട് വണ്ടി സർവീസിന് കൊടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കണത്. പിന്നെ വേറെ ഒരു ദിവസമോ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ വല്ല വർക്കറിൻ്റെ ഒക്കെ വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അവിടെ പോയിട്ട് അവൻ്റെ എനിക്ക് തോന്നുന്നത് അവൻ ഇന്ന് വന്നിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ ട്രോപ്പിക്കത്തെ ഒരു ഷോറൂമിൽ ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിപ്പോൾ അവരെന്തോ ബിസിനസ് മീറ്റിങ്ങിനായിട്ട് എല്ലാവരും കൂടി പോയേക്കാണ്. എന്നാലും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ അവൻ്റെ വണ്ടി അവരെല്ലാവരും ബസ്സിലാണ് പോയേക്കണത്. അപ്പോൾ അവൻ്റെ വണ്ടി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് താക്കോൽ കൊടുത്ത് വണ്ടി എടുക്കുമായിരുന്നു. എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവീസ് സെൻറ്ററിൽ അവർ ഉണ്ടായില്ലെങ്കിൽ അവൻ പറഞ്ഞു വണ്ടിയുടെ താക്കോൽ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ എടുത്തോളാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അവൻ ബൈക്കിനോ അങ്ങനെ ആയിരിക്കും പോണത്. എന്തായാലും ബൈക്കാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം എല്ലായിടത്തേക്കും പോകേണ്ടതല്ല. അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടാൽ പിന്നെ നല്ലോണം ക്ഷീണിക്കും. നമുക്ക് എന്തായാലും ഇത് ഡോണറ്റ് ഷോപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കയറി അടിയൊക്കെ തട്ടുമെന്ന് തോന്നുന്നു. അടി തട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും സർവീസ് ചെയ്യുമ്പോൾ ഫുള്ള് മാറ്റുമല്ലോ വണ്ടി. നമ്മൾ എല്ലാം റീപെയിൻ്റ് അടിക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെയിൻറ്റൊക്കെ മാറ്റി സ്റ്റിക്കറെല്ലാം മാറ്റും. എന്നിട്ട് പെയിൻറ്റ് ഒക്കെ ഫുള്ള് ചേഞ്ചാക്കി ഒന്നുകൂടി അടിക്കും. സ്റ്റിക്കറും കാണലൊക്കെ ഇതേപോലെ തന്നെ ഒന്നുകൂടി അടിക്കുന്നതായിരിക്കും. എന്തായാലും ടയറും കാണലൊക്കെ മാറ്റും. ഏത് ടയറൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾ പറയണ ടയറാകുമ്പോൾ വെക്കാമല്ലോ. ഇനി നമുക്ക് ഇവിടെയാണ്, ഇപ്പോൾ ഈ ഒരു ഡോണറ്റ് ഷോപ്പാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഈ ഭാഗത്ത് ഡോണറ്റ് ഷോപ്പാണെന്നുകൊണ്ട് കൂടുതലും. ഓക്കെ, നമുക്ക് എന്തായാലും ബിസിനസ് എല്ലാം വാങ്ങിക്കണോണ്ട് ഒരു ഗുണം എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് ബിസിനസ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിൽ കയറിയിട്ട് വേറെ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ പൈസ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ വന്നിട്ട് എല്ലാ ഈ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്ത് വന്നിട്ട് ഈ പൈസ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകാമല്ലോ. അപ്പോൾ മാക്സിമം റിച്ച് ആവാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിസിനസ് വാങ്ങിക്കുക. 2 ലക്ഷമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുക, ബിസിനസ് വാങ്ങിക്കുക. അപ്പോൾ ബിസിനസ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൈസ ഇങ്ങനെയുള്ള അവിടെ നിന്ന് തന്നെ കിട്ടും. എന്തായാലും 2 ലക്ഷം മുടക്കിയാലും ഒരു 3 ലക്ഷത്തിന് മേലെ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ 2 ബിസിനസ് വാങ്ങിച്ചിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ ഇതിന് മുമ്പൊക്കെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 കളിക്കണം, അതായത് ഈ ഒരു ഗെയിം കളിക്കുന്ന മിക്ക പ്ലെയേഴ്സിൻ്റെയിലും നല്ല സൂപ്പർ വണ്ടി ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയണത്. എല്ലാവരുടെയിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് കാർസും അതേപോലെ തന്നെ കുറേ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വെറുതെ ആയിരുന്നു പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. ഈ വണ്ടി സെല് ചെയ്യാനിടാണെങ്കിലും 1 രൂപക്കോ അങ്ങനെയൊക്കെയാണ് കൊടുക്കണത്. ഇപ്പോഴും ചിലയിടത്തുണ്ട്, എന്നാലും കൊടുക്കൽ കുറവാണ്. കാരണം മിക്ക ആൾക്കാരും ഇങ്ങനെ പൈസ കൊടുത്തു ഇങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ഉള്ള പൈസ മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ മൾട്ടിപ്ലെയറിൽ കയറുകയാണെങ്കിൽ തന്നെ 1 രൂപക്കോ അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്കൊന്നും ആരും വണ്ടി വെക്കണില്ല. എല്ലാവരും ഒരു 5 കോടി അത്രയൊക്കെ. നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയാൻ തന്നെ 5 കോടിയാണ്. അപ്പോൾ എല്ലാവരും 5 കോടി ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 5 ലക്ഷം ഇടുന്നവരുണ്ട്, 1 രൂപ ഇടുന്നവരുണ്ട്. പക്ഷേ കാണൽ എന്ന് വെച്ചാൽ റിച്ച് ആയവരുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽ മണി കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കണവർ അങ്ങനെ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ റിച്ച് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അങ്ങനെ കൊടുക്കണത് നല്ലതാണ്. കാരണം പാവപ്പെട്ടവർക്ക് ഇതൊരു ഇതാണല്ലോ, ഒരു സഹായം. ഇപ്പം ഞാനും ഇങ്ങനെ ഒരു വണ്ടികളിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുമ്പോഴൊക്കെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വണ്ടികളൊക്കെ കൊടുക്കലുണ്ട്. ഇപ്പോൾ എൻ്റെ മാക്സിമം ഒരു 5 കോടി ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയം. പിന്നെ എന്ന് പറയണത് ഒരേ വണ്ടികൾ വാങ്ങിച്ചിങ്ങനെ കൊടുത്തും പിന്നെ വണ്ടികൾ മോഡിഫൈ ചെയ്തൊക്കെ അതിൻ്റെ പൈസ ഇപ്പോൾ ഏകദേശം 2 കോടി അങ്ങാണ്ടാണ് ഇപ്പോൾ 2 കോടി സംതിങ് ആണ് ഉള്ളത്. ഇനിതാ ഇവിടെ നമ്മുടെ ഐലൻഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ട്. ഇതാ സിറ്റി 1 നോക്കുകയാണെങ്കിൽ ഡോണറ്റ് ഷോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ സിറ്റി മണ്ണിൽ വേറെ ബിസിനസ്സൊന്നും ഇല്ലല്ലേ. പിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഡെസേർട്ടിലും മൗണ്ടെയിനിലൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടം വരെയൊക്കെ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണി കിട്ടും. നമ്മൾ ചെയ്യണ എന്ന് വെച്ചാൽ പൈസ നമ്മൾ കൂടുതൽ ഇറക്കേണ്ടി വരും. കാരണം വണ്ടി ഇത്രയൊക്കെ ഓടിയത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയറും ചീത്തയായിട്ടുണ്ട്. അപ്പോൾ വണ്ടി എപ്പോൾ വേണേലും തെന്നി എവിടെയെങ്കിലും ഇടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോഴും എനിക്ക് കൺട്രോളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാക്സിമം സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്ര എത്തിച്ചത്. എന്നാലും ചെറിയ ഭാഗത്തൊക്കെ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ സർവീസ് ചെയ്ത് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും അത്യാവശ്യം നല്ല കാശ് മുടക്കിയിട്ട് തന്നെ ആയിരിക്കും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും ടർബോയും എല്ലാം അതും മാറ്റിയിട്ട് പുതിയതൊക്കെ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് പോകുമല്ലോ. ഇതായി കണ്ടോ, കൺട്രോൾ കിട്ടണില്ല ഈ വണ്ടിക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ട്രോപ്പിക്കിൽ പോയി സർവീസ് സെൻറ്ററിൽ കൊടുക്കുക. എന്നിട്ട് എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകാമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് ഇപ്പോഴേ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും. എന്തായാലും ഇവിടെ നിന്നാലും ഞാൻ ട്രോപ്പിക്കേക്ക് പോട്ടെ. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് എന്തായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവിടെ വരെ എത്തുമോ എന്ന് തന്നെ ഡൗട്ടാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ബിസിനസ് വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ കാർ പാർക്ക് മൾട്ടിപ്ലെയർ കളിക്കുന്നവരൊക്കെ അവരെ ഒന്നും പൈസ ഇല്ലാണ്ട് വരാണ് മിക്കവരും ഇങ്ങനെ. മിക്കുള്ള എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് പൈസ തരുമോ, ഒരേ വണ്ടികൾ തരുമോ എന്നൊക്കെയാണ്. ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവാത്ത വണ്ടികളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫ്രഷ് വണ്ടി എന്ന് വെച്ചാൽ വേറൊരു വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഈ ഒരു അക്കൗണ്ടിലേക്ക് സെല്ലാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ കൊടുക്കലുമുണ്ട്. പക്ഷേ ഇടയ്ക്കിട്ട് എനിക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ഇപ്പോൾ കുറച്ച് ബിസികളിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ കുറച്ച് പാടാണ്. കാരണം റിയൽ മണി കാർഡ്സ് എന്തായാലും പറ്റില്ല. കാരണം റിയൽ മണി കാർഡ്സ് എനിക്ക് ആണെങ്കിൽ പൈസ ഇറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് റിയൽ മണി കാർഡ്സ് വെച്ച് ഇപ്പോൾ കോയിൻസ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗെയിം ക്യാഷ് വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, അങ്ങനെ കമൻറ്റിൽ പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വണ്ടികളും കാര്യങ്ങളൊക്കെ തരാൻ മാക്സിമം ശ്രമിക്കും ഞാൻ. എന്തായാലും നമ്മുടെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങൾക്കത് തരാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ചിലപ്പോൾ ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരേ ബിസിങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ഗെയിമിൽ കയറണം തന്നെ ഇപ്പോൾ കുറച്ച് നേരമൊക്കെയാണ്. കാരണം കുറച്ച് ബിസിങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാനുള്ള ടൈം കിട്ടണില്ല. ഒരു ക്ലാസ്സിനും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനും ഈ ഇങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊന്നും നേരം കിട്ടില്ല. പിന്നെ ഞാൻ ചെറിയൊരു ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു കട്ട് ചെയ്തിങ്ങനെ യോജിപ്പിക്കുന്ന വീഡിയോസൊക്കെ ആയിരിക്കും, ഒരേ ക്ലിപ്പ് വെച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കുക. എന്തായാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ താക്കോൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വണ്ടി അവിടെ പാർക്കിംഗ് ഏരിയയിലെങ്ങാണ്ടാണ് നിർത്തിയിട്ടേക്കണം അവൻ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ചെക്കൻ. എന്തായാലും സർവീസ് ചെയ്ത് കഴിയുമ്പോൾ അവനെന്തായാലും വിളിച്ചോളും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.